പറഞ്ഞു. അപ്പൊ ആ വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ആവും അല്ലെ, ആ വോൾട്ടേജ് കൂടുതലും കാണിക്കും കുറവ് കാണിക്കും, എപ്പം കുറവ് കാണിക്കും എപ്പം കൂടുതൽ കാണിക്കും. 4GPA വൈറ്റിലേക്ക് കിട്ടുന്ന റേഞ്ച് ആയിരിക്കില്ല കമ്പനത്ത് കിട്ടുക അല്ലെ. വൈറ്റ് ലൈൻ നല്ല രീതിയിൽ ബേസ് പോയിന്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ലൈൻ നല്ല റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ കാണിക്കും. മേലെ ജിആർ വാല്യൂ നോക്കുന്ന സമയത്ത് ജിആർ വാല്യൂ ലോ കാണിക്കും. എത്ര കാണിക്കുള്ളൂ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 0.038 ആണ് ജിആർ വാല്യൂ, വളരെ ലോ ആണ് അല്ലെ. അപ്പൊ നോർമൽ ടെക്നീഷ്യൻ എന്ത് വിചാരിക്കും, നോക്കും റീവോളിയും സെറ്റ് റെഡി ആവുമോ? ഇല്ല. എന്താണ് പ്രശ്നം? കറക്റ്റ് ആ ഒരു കാര്യത്തിൽ നോളജ് ഇല്ല, എന്തിലും നോളജ് ഇല്ല. കോർ ലൈൻ എങ്ങോട്ടേക്ക് പോകുന്നു? CPU പോകുന്ന ലൈനാണ്. വി കോർ എന്ന് പറഞ്ഞാൽ CPU വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ വോൾട്ടേജ് ആണ് അല്ലെ. അപ്പൊ CPU വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ ആ ലൈനിൽ കൂടെ ആംപിയർ എങ്ങനെയായിരിക്കും, ഹൈ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. സോ ഹൈ ആംപിയർ പോകുന്ന ഒരു ലൈനിൽ എപ്പോഴാണ് ആ വോൾട്ടേജിന്റെ ബിഹേവിയർ മനസ്സിലായി, ആ വോൾട്ടേജിന്റെ ബിഹേവിയേഴ്സ് ആയി പവറേജ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. എന്നിട്ട് ബക്ക് കോയിൽ വന്നു അല്ലെ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ബി മോണോ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ കോയിലിന്റെ മേലെ എത്ര ജിആർ വാല്യൂ കാണിക്കണം? 0.112. ഒത്തിരി ഹൈ ജിആർ ഉണ്ടോ? ജിആർ ഒത്തിരി ഹൈ ഉണ്ടോ? ഇല്ല, ലോ ജിആർ ആണ്. 0.112 എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു ലോ ജിആർ. നമുക്കറിയാം VPH-ലൊക്കെ 350 450 ഇടയിൽ ജിആർ കാണിക്കണം. ഈ ഒരു ബക്കോയിന്റെ മേലെ എത്ര കാണിച്ചിട്ടുള്ളൂ? 0.112. എന്തുകൊണ്ടായിരിക്കാം അവിടെ ജിആർ വാല്യൂ ലോ ആവാൻ കാരണം? ആ ഒരു ബക്കോയിലെ കൂടെ CPU-ലേക്ക് ഹൈ കറണ്ട് കൺസ്യൂം ചെയ്യുന്ന ലൈനാണ്. സോ ഹൈ കറണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ജിആർ എങ്ങനെ ആയിരിക്കണം, ലോ ആയിരിക്കണം. റെസിസ്റ്റൻസ് വാല്യൂ കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും. തിരിച്ചാണെങ്കിലോ റെസിസ്റ്റൻസ് വാല്യൂ കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടും. എവിടെയാണ് പഠിച്ചത്? ഓംസ് ലോയിൽ പഠിച്ചാണ് അല്ലെ. ബേസിക്സിൽ പഠിച്ച ഓംസ് ലോയിൽ പഠിച്ചാണ് അല്ലെ. സോ അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ നോക്കട്ടെ. ഏതെങ്കിലും ഒരു ബക്കോയിന് മേലെ റെസിസ്റ്റൻസ് വാല്യൂ ലോ കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ നേരത്ത് ജിആർ വാല്യൂ ലോ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ലൈനിൽ ഇഷ്യൂ ഉണ്ടോ സംശയിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം ആ ലൈൻ എവിടുന്ന് എങ്ങോട്ടേക്ക് പോകുന്ന ലൈനാന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം കറക്റ്റ് ആയിട്ട് അല്ല. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ഈ ലൈൻ എങ്ങോട്ടേക്ക് പോകുന്നതാണ്, ഇങ്ങോട്ടേക്ക് പോകുന്ന ഇവിടെ ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ വഴി തിരിച്ച് ഫീഡ്ബാക്കിന് വേണ്ടി പവർ ഐസിലേക്ക് കയറിയ ശേഷം എങ്ങോട്ടേക്കാ പോകുന്നേ, CPU-നുള്ളിലുള്ള സെക്ഷനിലേക്കാ പോകുന്നേ, CPU-നുള്ളിലുള്ള മോഡൽ സെക്ഷനിലേക്കായിരിക്കും പോകുന്നേ അല്ലെ. അപ്പൊ CPU വോൾട്ടേജിന്റെ കറണ്ടിന്റെ കൺസ്യൂം ചെയ്യുന്ന ലൈനാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആംപിയർ എങ്ങനെയായിരിക്കും, ആംപിയർ ഹൈ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ ലൈനിൽ ജിആർ വാല്യൂ ഉണ്ടാവാൻ കാരണം, ജിആർ വാല്യൂ ലോ ആവാനുള്ള കാരണം. സോ ഇതില് ഓരോ വോൾട്ടേജും എവിടേക്കാണ്, ഏതൊക്കെ ബക്ക് വോൾട്ടേജ് ആണ്, ഏതൊക്കെ ബക്ക് കോയിലെ കൂടെ ആണെന്ന് നോക്കാം അല്ലെ. ഇവിടെ ഒരു ബക്ക് കോയില് ഏതാണ് നമ്പർ PL503 എന്ന് വേറൊരു ബക്ക് കോയില് അല്ലെ. ഏത് വോൾട്ടേജ് ആണ് ഇവിടെ? വി മോഡം. അപ്പൊ എന്താണ് വി മോഡം? CPU-നുള്ളിലുള്ള മോഡൽ സെക്ഷൻ. CPU-നുള്ളിലുള്ള മോഡൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ CPU-നുള്ളിലുള്ള മോഡൽ സെക്ഷൻ എനേബിൾ ആയെങ്കിൽ മാത്രമേ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യത്തുള്ളൂ, മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യത്തുള്ളൂ അല്ലെ. സോ CPU-നുള്ളിലുള്ള മോഡൽ സെക്ഷൻ ആക്ടിവേറ്റ് ആവാൻ വേണ്ടി ആര് കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, വോൾട്ടേജാ പവർ ഐസി പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബക്ക് കോയിൽ വഴി പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കും, CPU-ലേക്ക് കൊടുക്കും. സോ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ഇതാണോ ബക്ക് കോയിൽ അല്ലെ. ഇവിടെ ഇതേക്കണോ എന്താണ് വി മോഡം ആണോ. സോ എവിടുന്ന് പ്രൊഡ്യൂസ് ആവുന്നു, ഇവിടുന്ന് പ്രൊഡ്യൂസ് ആയി അല്ലെ, കാണാൻ പറ്റത്തില്ലേ. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, പവർ ഐസിന്ന് പ്രൊഡ്യൂസ് ആവുന്നു. എന്നിട്ട് എങ്ങോട്ടേക്ക് വരുന്നു, ബക്ക് കോയിലേ വരുന്നു. എന്നിട്ട് ബക്ക് കോയിലിന്റെ ഇപ്പുറ സൈഡിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ഈ കപ്പാസിറ്റർ എന്തിനാണ്, ഫിൽറ്ററിംഗ് കമ്പോണൻസ് ആണ് അല്ലെ. മിസ് ആയാൽ ഫോൺ കംപ്ലൈന്റ് കാണിക്കും, ഡെഡ് ആയി പോകും. CPU എനേബിൾ ആവോ? ഇല്ല. കാരണം കോർ ലൈനിലെ ബക്ക് കോയിലിന് മേലെ കാണിച്ചിരിക്കുന്ന ജിആർ വാല്യൂ ആണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ലോ വർക്ക് ചെയ്യാൻ വേണ്ടി CPU-ന് കൊടുക്കണം. CPU-ന്റെ കോർ വർക്ക് ചെയ്യാൻ വേണ്ടി ജിആർ വാല്യൂ സെറ്റ് ചെയ്തേക്കുന്നതാണ് അല്ലെ. എത്രയാണ്